ചേട്ടാ, വയനാട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും റൂമിൽ കുളിക്കരുത്. കുളിക്കാൻ പുഴകൾ അരുവികൾ ഉണ്ടാകുമ്പോൾ റൂമിൽ കുളിക്കരുത്, മണ്ടത്തരാണ്. നല്ല കാര്യം വെള്ളം നല്ല ഒതുക്കിയിട്ടുണ്ട് കാര്യം. ആഹാ ആഹാ, പക്ഷെ ആളുള്ള സ്ഥലത്തേക്ക് വിട്ടു പാടാ. ഇടവെക്കാം. ഓക്കെ, പുഴയിലോട്ട് പോവാം. നമ്മളിപ്പോൾ കാളന്തി നദിയാണോ ബ്രോ, പുഴയാണോ ബ്രോ? ഇത് കാളന്തി നദിയാണ് കേട്ടോ, കാളന്തി പുഴയാണ്. അപ്പോൾ കാളന്തി പുഴയിൽ പോയി നീന്തി കുളിക്കാനുള്ള വെള്ളം ഉണ്ടോയെന്നറിയില്ല. ഡിസംബറാണ്. ഒന്ന് മുങ്ങി കുളിക്കാൻ പറ്റിയ വെള്ളം ഉണ്ടെങ്കിൽ എന്തായാലും കുളിക്കും. കുളിക്കാതിരിക്കില്ലല്ലോ. പൊളി ക്ലൈമറ്റാണ് ഗൈസ്, ഒരു രക്ഷയില്ല. പൊളിയാണ് ഗൈസ്, ഒരു രക്ഷയുമില്ല. അതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇതാണ് ഫീല്. ഇങ്ങനെയാണ് വയനാട്ടിൽ വന്നാൽ നടക്കേണ്ടത്. അല്ലാതെ കോൺക്രീറ്റ് റൂമിൽ നിൽക്കാനാണെങ്കിൽ നാട്ടിൽ നിന്നാൽ പോരെ, വയനാട്ടിലോട്ട് വരണോ? ഇവിടെ കാടുമായി ചേർന്നിറങ്ങണം. ഒരു രക്ഷയില്ല. സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് കുളിസീം പിടിക്കാനാട്ടാ. സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് കുളിസീം പിടിക്കാനാണ്. ഓഹോ, പൊളി. എവിടെയാണല്ലോ ആളുകൾ? ഓഫ്കോഴ്സ് ഇന്ന് നമ്മൾ മുങ്ങി കുളിക്കും. ഏകദേശം നമുക്ക് ഉടൻ വരെ കിട്ടും. ഞാൻ താഴോട്ട് നോക്കട്ടെ. ഏത് പോയിന്റ് ആണ് അധികം? ഇതല്ലേ ഇതല്ലേ ഇതന്നല്ലേ? ആടുന്ന് ഇങ്ങോട്ടാ, ഇതിന്റെ ഉള്ളോട്ടേക്ക് ഒരു കുഴിയുണ്ട്. എവിടെ? ഇതിന് ഇങ്ങോട്ട് ഉള്ളോട്ടേക്ക് വരുന്നുണ്ട്. പറയണ്ടേ? ഇല്ല, അതോടെ ആടത്രേ ഉള്ളൂ. വേറെ ആരും ഇങ്ങോട്ട് കളിക്കാണെന്ന്. കാരണം ചെറിയൊരു കുഴിയുണ്ട്. അവിടെ ഇങ്ങോട്ട് ഉള്ളിലേക്ക്. അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞു തിരിച്ചു പോവാം. നേരെ റൂം പോകണ്ട, നമുക്ക് കുറച്ച് പണിയുണ്ട്, പ്ലാൻസ്. നമുക്ക് അങ്ങോട്ട് ആ തീ എടുത്തണടാ. എടാ മരത്തിന് തീ പിടിച്ചടാ അല്ലേ? അത് വെച്ചതാ. അതിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ പോലെ ബാ. അത്യാവശ്യം നല്ല ഗ്യാപ്പാണ്. കയ്യിലൊരു എൻ്റെ അമ്മി. അതിനുള്ളിൽ തീ പോയടാ, ഇനി കെടൂല. ഒരു മരം ഫുള്ള് കത്തി. അതായത് ഉള്ളു കത്തണ. ഇത് മറ്റേ മരം കത്തില്ലല്ലോ, പച്ചമരം കത്തില്ലല്ലോ. ഈ മരം കത്താന്ന്. ഇങ്ങോട്ട് കാട്, ഇങ്ങോട്ട് നാട്. ഇതല്ലേ ഈ സംഭവമല്ലേ നമ്മൾ നടക്കുന്ന ഫോറസ്റ്റ് ബൗണ്ടറി പോലെ തന്നെയല്ലേ? ഇത് ഇതല്ലേ കമ്പനിയുണ്ട് അവിടെ? ഓക്കെ. ആ
അപ്പോൾ ഇവിടെയൊക്കെ ആനയൊക്കെ വരും, പുലി വരും, മാന വരും, പന്നി വരും, കാണാൻ സാധനമൊക്കെ വരും. പക്ഷെ കാണുന്ന ഒരു ഭാഗ്യം വേണമെന്നില്ല. അവിടെ അക്വേറിയത്തിലിടാൻ പറ്റിയ കല്ല്, പക്ഷെ ഇത്ര വലിയ കല്ലായി പുല്ല്. അതൊന്നും മീനല്ല, അതൊക്കെ തവളയാണ്, തവള. നമുക്കിതിന് മുകളിലൊന്ന് കയറി നോക്കിയാലോ ബ്രോ? ഇവിടെ കാവലെത്തുന്നവരെ സെറ്റപ്പാണ്. ഇതിൻ്റെ മുകളിൽ കയറണം, കേണിയൊന്നുമില്ല. ഇതാ കമ്പ് കൊണ്ട് കയറണം. മൊബൈലും പിടിച്ച് ഞാൻ അങ്ങനെ കയറും. ഒരു കാര്യം നീ കയറ്, കാരണം രണ്ടാളും തോർത്തില്ല. ഇപ്പോൾ കയറുന്നുണ്ടാ? ഇവിടുന്ന് ഡ്രസ്സ് മാറ്റാം അല്ലേ? നമ്മളൊന്ന് ഡ്രസ്സ് മാറ്റേ കയറാൻ പറ്റും. ഇല്ല പിന്നെ സെൻസർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഈ ഏറുമാടത്തിന് മുകളിൽ നമുക്കൊന്ന് കയറാം. പെർമിഷൻ ഉണ്ടെന്ന് ചോദിച്ചാണ്, നമുക്ക് കയറാനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. കയറി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കയറുന്നുണ്ട്, ബാക്കിയുള്ളവർ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതങ്ങൊന്ന് കയറി നോക്കാം. പുള്ളിക്ക് കയറി പരിചയമുണ്ട്. അപ്പോൾ പുള്ളി കയറട്ടെ, കയറി പൊളിക്കാതെ തരുന്നത്. ഇത് ഏറുമാടത്തിന് മുകളിലുള്ള വ്യൂ ആണ്. ഇവിടെയൊക്കെ വാഴത്തോട്ടുണ്ട്. വാഴക്കൃഷി കാടിന് സൈഡിലായതുകൊണ്ട് ഈ ഒരു ഏറുമാടം എന്തിനാണെന്ന് വെച്ചാൽ രാത്രി കാവിലിരിക്കുന്നവർക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. ഇവിടെ ഒരു വാഴത്തോട്ടമുണ്ട്. ഇവിടെയൊക്കെ കൃഷിയാണ്. കുറച്ച് മുമ്പോട്ട് ലെങ്ത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നെൽകൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ പന്നിശല്യം ഉണ്ടെന്ന് ഇന്നലെ കാവലെന്നവർ പറഞ്ഞു. ആനയുടെ ശല്യമുണ്ട്, പന്നി ശല്യമുണ്ട്, കടുവ ഇറങ്ങാറുണ്ട്. അപ്പോൾ ഈ പന്നിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൃഷിയൊന്നും ബാക്കി ഉണ്ടാവില്ല. വാഴയൊക്കെ അങ്ങ് അടിച്ച് കാട്ടു വന്നിരിക്കും, നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റില്ല. പിന്നെ ആന പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, അങ്ങനെയൊക്കെ സീനുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോവാം. ഇത് കഴിഞ്ഞാലൊരു 200 മീറ്റർ കഴിഞ്ഞാൽ അടുത്തൊരു ഏറുമാടം ഉണ്ടാവും ഇതുപോലെ കാവൽ നിൽക്കുന്നവരെ. നമുക്ക് അവിടെ ഒന്ന് പോവാം. അത് നമ്മുടെ കേളുവെട്ടനാണ്. കേളുവെട്ടൻ നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്താം. പൊളിച്ചങ്ങയാണ്. അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ അവിടെ സ്റ്റേ ചെയ്തു. ബ്രോ ഇറങ്ങുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. കയറുന്നത് വളരെ സീനാണ്, അപ്പോൾ ഇറങ്ങുന്നതും അതുപോലെ തന്നെ സീനാണ് ഗൈസ്. ഇത് വെച്ചാൽ ചെയ്തത് അതിനു വേണ്ടി തന്നെയാണ്. അതായത് അറിയാത്തവർ കയറാൻ പാടില്ല. നമ്മളവിടുന്ന് ഒരു അഡ്വഞ്ചറസ് കാര്യം ചെയ്തു പക്ഷേ വീഡിയോയിലെടുക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല. അതുകൊണ്ടാട്ടാ, നിങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യമില്ല. നമ്മളെ സംബന്ധിച്ച് അതൊരു അഡ്വഞ്ചർ ആയിരുന്നു. കാരണം കയ്യിലൊരു 4 മൊബൈലുണ്ട്. മോർണിംഗാ? ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയായി. ഉച്ച മുക്കാലൊക്കെ ആയി. അപ്പോൾ അതിൻ്റെ ലൈറ്റിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. എന്നാലും നിങ്ങളെ മാക്സിമം വൈൽഡ് കാണിക്കണമെന്നാണ് നമ്മളുടെ ഒരു ഉദ്ദേശം. അരുവി ഒഴുകി വരുന്നു. ഇതിലേ ഞാൻ പോയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ കാണുന്ന പന്നിയല്ല, കാട്ടിലെ പന്നി. കാട്ടിലെ പന്നി വന്നാൽ അടിച്ചിട്ടേ പോവും.
ചെവിക്കല്ലേ? എന്താ അതിന് മുകളിൽ വേറൊരു ഹട്ടാണ്. ആ നമ്മളിവിടത്തേക്ക് തിരിച്ചെത്തി.